മനുഷ്യൻ, വിദ്യാസമ്പന്നനായ മനുഷ്യൻ, നന്നായി അറിവുള്ള മനുഷ്യൻ, ലോക പ്രശസ്തിയുള്ള മനുഷ്യൻ, അവൻ ലോകത്തിലെ നീതിപീഠങ്ങളെ പിടിച്ചു കൊലുക്കുവാൻ അധികാരമുള്ള നീതിപീഠങ്ങളെ വിധിപ്രഖ്യാപിക്കുവാൻ അധികാരമുള്ള പല 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 ഉന്നതന്മാർക്കും നാലാള് നടുവിൽ നിവർന്നു നിൽക്കുവാൻ കഴിയാത്തവണ്ണമുള്ള പാപത്തിന്റെ മേഖലയിൽപ്പെട്ട് മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? മനുഷ്യനെ പാപം അത്രത്തോളം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. പല കുടുംബത്തിന്റെ അസമാധാനത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെയും വില്ലനായി വെളിപ്പെടുന്നത് പാപമാണ്. പൗലോസ് ലീഗ ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അറിയാത്ത തിന്മ എന്നിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മദ്യപിക്കണ്ട, മയക്കുമരുന്ന് ഉപയോഗിക്കണ്ട, ഭാര്യയെ തല്ലണ്ട, മക്കളെ തല്ലണ്ട, മറ്റേതര പാപവീഴ്ചയ്ക്ക് പോകണ്ട എന്ന് ഉള്ളം കൊണ്ട് കൊതിച്ചാൽ പോലും അവരിവൻ തമ്പുരാൻ ഉണ്ടാക്കിയ ഏതേൻ തോട്ടത്തിലാക്കിയത് ആമേ മനുഷ്യനോട് ദൈവം തമ്പുരാൻ പറഞ്ഞൊരു കൽപ്പനയുണ്ട്: തോട്ടത്തിന് നടുവ് നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ ആമേ മരിക്കും. ഈ കൽപ്പന ദൈവത്തിന് കേട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്കിനേക്കാൾ മറ്റ് പലതിന്റെ വാക്ക് ഇഷ്ടപ്പെട്ട് ആ കൽപ്പന ലംഘിക്കുവാനിടയായി. പാപം എന്ന വാക്കിന്റെ ഒറ്റയർത്ഥം കൽപ്പനയുടെ ലംഘനമാണ്. ദൈവം ഉദ്ദേശിക്കുന്ന പാത വിട്ട്, ദൈവത്തിന്റെ പ്രമാണം വിട്ട്, ദൈവിക ലക്ഷ്യം വിട്ട്, സ്വർഗത്തിന്റെ ലക്ഷ്യം വിട്ട് നാം മുൻപോട്ട് ചലിക്കുമ്പോൾ ആ ചലനത്തെ വിളിക്കുന്ന പേരാണ് പാപം. പാപം പാപം അവിടെ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ആർക്കെന്ത് കഴിയും? അവൻ കാലഘട്ടത്തെ ഇരുത്തി പഠിച്ചാൽ പലരും പല പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പലവിധ കർമ്മങ്ങൾ തന്നെ അവൻ നാളെയും ചെയ്യുവാൻ കടപ്പെട്ടു നിൽക്കുന്നു. ഇന്നലെ മൃഗം വെട്ടി യാഗമർപ്പിച്ചവൻ ഇന്നും അവൻ മൃഗം വെട്ടി യാഗാർപ്പണത്തിന് ചുവടുവയ്ക്കുവാൻ തയ്യാറാകുന്നു. എന്താ കാര്യം? ഇന്നലത്തെ യാഗാർപ്പണം കൊണ്ട് അവരുടെ പാപത്തിന് പൂർണ്ണമായി ജയമാർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവൻ പിന്നെയും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില പറയുന്ന വാക്കിതാണ്: നല്ലത് ചെയ്ത, നന്മ ചെയ്ത, ദാനധർമ്മങ്ങൾ ചെയ്ത പാപത്തിന് മോചനം ലഭിക്കുമെന്നാണ്. പ്രവാചകനെ യെശയ്യാവ് ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യന്റെ നീതി പ്രവൃത്തികൾ മുഴുവനും